ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു ഡിസ്റ്റൻസിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇത് ലോങ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ തന്നെയാണ്. കൂടുതലായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസത്തെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 മാസത്തോളമായിട്ടുണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്തെങ്കിലും ഷോർട്ട് വീഡിയോ ചെയ്യാനല്ലാണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടലില്ലായിരുന്നു. ഒന്നാമത് നോമ്പും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ എനിക്ക് ക്ലാസ്സും എക്സാമൊക്കെ ആയ കാരണം അങ്ങനെ ആ ഒരു ഗ്യാപ്പ് വന്നു പോയതാണ്. പിന്നെ അങ്ങനെ എടുക്കാൻ മടിയായിട്ട് അതൊരു വലിയ ഗ്യാപ്പായിപ്പോയി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ മോൻക്ക് എന്താ പറയുക, ചോക്കോസ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഓനെ സെറ്റാക്കിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കലാണ് കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളക്കടല തലേ ദിവസം തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുവെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് കാണാം. പിന്നെ നിങ്ങളെ കമൻറ്റ് എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കമൻ്റ് ആക്കിക്കോളി. അത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കളിയാക്കി ചോദിച്ചവരുണ്ട്, പിന്നെ നല്ലപോലെ ചോദിച്ചവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ഞാൻ തുടങ്ങിയതായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ആക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയതാണ്. പിന്നെ അപ്പോൾ അത് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ചെയ്തു വന്നിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ചായപ്പോൾ ഇങ്ങനെ ടൈമും കാര്യങ്ങളൊക്കെ കുറവായി, പിന്നെ മടിയെല്ലാം പിടിച്ചിട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാപ്പ് വന്നത്. പിന്നെ ഇതിൻ്റെ പാഷനല്ലേ, അല്ലാണ്ട് നമ്മൾ പണിയാക്കി എടുത്താലല്ലേ ഇതിനായിട്ട് ടൈം ഉണ്ടാക്കുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുവെക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അങ്ങനെ ഇപ്പോൾ അതാ കറിക്കുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നാക്കിയിട്ട് കട്ടാക്കി എടുക്കലാണ്. കറിയിൽ കാര്യമായിട്ട് പുതിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. സാധാ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളിയും തക്കാളി എല്ലാം വാട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് ഓവറായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് തിക്കായിട്ടുള്ള കറി ഉണ്ടാക്കൂലേ, അതുപോലെ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് ബെസ്റ്റ് കോംബോ ആയിട്ടുള്ളത്, സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തൊക്കെ സിമ്പിളാണ്. എന്തായാലും ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷേ ഞാനിപ്പോൾ അടുത്താണ് കേട്ടോ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തെടുത്തപ്പോൾ എനിക്ക് സക്സസ് ആയിട്ട് അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട്. എനിക്ക് 1 കപ്പ് മൈദയാണ് എടുത്തുള്ളത്. നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. എന്നിട്ട് പിന്നെ അതിൽ ചോറ് അരച്ചത് ചേർത്തിട്ട്, തലേ ദിവസത്തെ ചോറൊക്കെ ഉണ്ടാവില്ലേ, അത് അരച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ കുഴച്ചെടുക്കുക. പിന്നെ എൻ്റെ ചോറ് കുറച്ച് അരവ് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു തരി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അരക്കുമ്പോൾ നല്ലപോലെ ഇതായിട്ട് അരക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തരി ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അങ്ങനെ അതുപോലെ നല്ലോണം ഇതായിട്ട് പരത്തി കൊടുക്കുക. എത്രത്തോളം നമുക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്തുക. എന്നിട്ട് പിന്നെ അതിലൊക്കെ ഓയിലാക്കിയിട്ട് അത് നമ്മൾ 4 മടക്കി കൊടുക്കുക.
മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പരത്തി കൊടുക്കട്ടോ. അപ്പോൾ പിന്നെ അത്രത്തോളം എന്താ പറയുക പരക്കണമെന്നൊന്നുമില്ല, കുറച്ചെല്ലാം ആക്കി കൊടുത്താൽ മതി. പിന്നെ എനിക്ക് പരത്താൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ വലിയ ആകൃതി ഷേപ്പൊന്നും വന്നിട്ടില്ല. സാധാരണ ഒരു ചതുരം തന്നെ ആയിരിക്കും വരിക, പക്ഷെ എന്നാലും ഇന്ത്യത് എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു കറിക്ക് ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ അതുപോലെ ചെയ്തെടുക്കലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് മൈദക്ക് എനിക്കൊരു 7 പീസോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്യാം. ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ് സംഭവം, പൊന്തി വരുന്നെല്ലാം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിയെല്ലാം ആക്കിയെടുക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ചപ്പാത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഈ പൊറോട്ടൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓർക്കിത് അടിപൊളി ഇരിക്കും കേട്ടോ. എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇതിൻ്റെത് വലിയ കാണാൻ ലുക്കൊന്നും ഇല്ലാത്ത, ഞാൻ പരത്തിയത് സെറ്റാവാത്തതുകൊണ്ടാണ്. കറക്റ്റ് ചതുരത്തിലൊക്കെ ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും അടിപൊളി ഇരിക്കും. അങ്ങനെ ഇപ്പോൾ ഇദാശിനെല്ലാം വിളിച്ചു കൊടുത്തിട്ട് ഓനക്ക് ചായ എല്ലാം കൊടുക്കലാണ്. അപ്പോൾ ഓനക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഇത് റെസിപ്പിക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പിക്കല്ല, വീഡിയോക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചായ എല്ലാം കുടിച്ച്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രക്കുള്ളൂ. ചെറിയൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാം. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ആക്കാം.